ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു പുതിയ വ്ലോഗുമായാണ് ഞാൻ വരുന്നത്. ഞങ്ങളുടെ നാട്ടിലെ പോയ വിശേഷങ്ങളാണ്. കൊല്ലം പാരിപ്പള്ളിയിലെ കാഴ്ചകളാണിത്. അവിടുത്തെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ വളരെ വൈകിയിരുന്നു. തൊഴുത് പൂരവും ഉത്സവ കാഴ്ചകളും കണ്ട് വീട്ടിലെത്തിയപ്പോൾ തന്നെ താമസിച്ചു. ഭയങ്കര തിരക്കായിരുന്നേ. അവിടെ എല്ലാം പ്ലോട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കുറച്ചേ കാണാൻ പറ്റിയുള്ളൂ. വീട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസത്തെ കാഴ്ചകളാണിത്. രാവിലെ എണ്ണിച്ച് പരിസരത്ത് ഇങ്ങനെ വെറുതെ നടന്നു. നമ്മളുടെ വീടിൻ്റെ താഴെ വയലുണ്ട്. കുറേ സ്പേസ് ഉണ്ട് അവിടെ കാണാനായിട്ട്. അടുത്തടുത്തൊന്നും വീടുകളില്ല, കുറച്ച് അപ്പുറത്തോട്ട് മാറിയിട്ടാണ് വീടുകൾ. ഇതിപ്പം രാവിലെ വയലിൽ കൂടെ പോവുകയാണ്. അവിടെ സൂര്യോദയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കാണാനായിട്ട് പോകുമായിരുന്നു. രാവിലെ ഭയങ്കര മഞ്ഞായിരുന്നേ. ഇങ്ങനെ ഇതുവഴി നടന്ന് മഞ്ഞും കിളികളുടെ സൗണ്ടും സൂര്യോദയവും ഒക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ നല്ല രസമായിരുന്നു. മനസ്സിന് നല്ല സമാധാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഞാൻ അവിടെ നിന്നു. അച്ഛൻ്റെ അനിയൻ്റെ വീടാണ് ഈ കാണുന്നത്. എല്ലായിടത്തും അവിടെ പശുവും ആടും ഒക്കെ ഉണ്ട്. നമ്മളുടെ വീട്ടിലും പശു, ആട്, കോഴി, താറാവ് എല്ലാം ഉണ്ട്. കുറേ നേരം ഞാനിങ്ങനെ സൂര്യൻ ഉദിച്ച് വന്നു കഴിഞ്ഞ് കുറച്ച് നേരം ആയിട്ടുണ്ട് കേട്ടോ. കുറേ നേരം അങ്ങനെ നിന്നു. എന്ത് രസമാണല്ലേ. പിന്നെ നമ്മൾക്ക് താഴെ ഒരു വയലുണ്ട്. ആ വയലിൽ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുത്തിയ കുളമാണിത്. നിറയെ വെള്ളമുണ്ട്. ഇത് റംബുട്ടാൻ മരമാണ്. അവിടെ തൈ വെച്ച് പിടിപ്പിച്ചതായിരുന്നു. ഇത് പാത്തയാണ്, ഇവിടെ വളർത്തുന്നതാണത്. കുറേ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ചത്തുപോയി. കീരി, പട്ടിയൊക്കെ വന്ന് പിടിച്ചുകൊണ്ട് പോയി. ഇത് ചേച്ചിയുടെ മോനും അച്ഛനും കൂടി പശുവിനെ കുളിപ്പിക്കുന്നതാണ്. ഇപ്പം ഈ ഒരു പശുവേ ഉള്ളൂ. കുറേ പശു ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും കൊടുത്തു. അച്ഛനും അമ്മയ്ക്കും ഒക്കെ വയ്യാതെ വന്നപ്പോൾ. ഇതാണ് നമ്മുടെ വീടിൻ്റെ താഴെയുള്ള വയൽ. നെൽകൃഷി ഉണ്ടായിരുന്നു. ഇപ്പം നെൽകൃഷിയല്ല, ഇപ്പോൾ ചീനി, വാഴ, ചേമ്പ് അങ്ങനെയൊക്കെ. ലാസ്റ്റ് ഇവനെ കുളിപ്പിച്ചു കേട്ടോ. ഇവനെ ആയിട്ട് ഇനി ഉത്സവമായിട്ട് കുളിപ്പിക്കാതിരിക്കണ്ടെന്ന് വെച്ച്. അവിടുത്തെ പട്ടിയാണ്. ഇത് നമ്മളുടെ കിണറാണ്. ഇവിടുന്ന് നമ്മൾ കോരി കുളിക്കുമ്പോൾ നല്ല തണുപ്പാണ് വെള്ളത്തിന്. പൈപ്പിലെ വെള്ളത്തിന് കുറച്ച് കഴിയുമ്പോൾ ചൂടുണ്ടല്ലോ, പക്ഷേ ഇത് നല്ല തണുപ്പാണ്. ഞാനിങ്ങനെ കുറേ ഇതുവഴിയൊക്കെ നടന്നു. ഇത് അശോകമരമുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ അശോകപ്പൂ പറിക്കുകയാണ്. ഇത് വെച്ച് കിണ്ണിയപ്പം ഉണ്ടാക്കുമല്ലോ, അതെനിക്കിഷ്ടമാണ്. കിണ്ണിയപ്പം ഉണ്ടാക്കും, കുറുക്കും, പുട്ടുണ്ടാക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് പറിച്ച് വെച്ചേക്കാണ്. നമ്മളുടെ ഉത്സവത്തിന് അന്ന് ചിക്കൻ വെക്കും. കൊടുമൂട്ടിൽ അമ്പലത്തിലെ ഉത്സവത്തിന് ദേവീക്ഷേത്രമാണ് ഭദ്രകാളി. അപ്പോൾ ചിക്കൻ വെക്കും. അപ്പോൾ രാവിലെ പരിപ്പ്, അവിയൽ, പച്ചടി, തോരൻ എല്ലാം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ പുളിഞ്ചിക്ക, മാങ്ങ, നാരങ്ങ എല്ലാം എടുക്കുകയാണ് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ കുറച്ച് കറിയിൽ ചിലപ്പോൾ മീൻ കറിയിലിടും, ഇല്ലെങ്കിൽ ഉപ്പിലിട്ട് വെക്കും. ഇത് നാരങ്ങയാണ്, ഉപ്പിലിടുന്ന നാരങ്ങ. ഇത് വെച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കാവേ. കൊള്ളത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ സൂപ്പറാണ്. ഇതാണ് അമ്മ. കുറേ മാങ്ങയുണ്ട്. പൊഴിഞ്ഞ് വീഴുമായിരുന്നു പഴുത്ത മാങ്ങകൾ. കുറേ പറക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമാങ്ങയായിട്ട് പറിച്ചിട്ടുണ്ട്. ഒരു ബക്കറ്റോളം ഒക്കെ പറിച്ച് കഴിഞ്ഞു. രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറുമായിരുന്നു. അത് കഴിഞ്ഞ് കടലപ്രഥമനാണ് വെക്കുന്നത്. കടലപ്രഥമനുള്ള കടുക് വറുത്തിടുകയാണ്. ഇതേ കണ്ടില്ലേ, മാങ്ങ പറിച്ച് വെച്ചേക്കുന്നത്. ഇനിയും ഒരുപാടുണ്ട് അവിടെ. ചേച്ചിയുടെ മക്കളും അവരുടെ ഫ്രണ്ട്സും ഒക്കെയാണ്. എല്ലാവരും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. ലാസ്റ്റ് പപ്പടവും വറുത്ത് ഊണും തുടങ്ങി.
കടലപ്രഥമന് ചിക്കനും ചക്കയാണ്. അവിയലിന് പകരം നമ്മൾ ചക്ക സീസണായത് ചക്കയാണ് വെച്ചത്. പ്രഥമൻ്റെ കൂടെ പപ്പടം നേടിയാൽ നല്ലതായിരിക്കും എന്ന് വെച്ചിട്ട് നേടുകയാണ്. പപ്പടവും പഴവും കൂട്ടി പ്രഥമനൊക്കെ കുടിച്ച് ആകെ ക്ഷീണമായി കിടന്നുറങ്ങി. ഇത്രയാണ് വിശേഷങ്ങൾ.